ഒരു മരത്തിൽ തന്നെ 4 വെറൈറ്റി. ഹലോ എവരിവൺ, എല്ലാവർക്കും വണ്ടർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴ പാർക്കിനകത്താണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഫുൾ കാഴ്ചകളും പാർക്കിനകത്ത് നമുക്ക് കാണാം. ഇവിടെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് എല്ലാ വിഷ്വലുകളും നമുക്ക് അകത്ത് പോയി കാണാം. ഇത് പാർക്കിൻ്റെ എൻട്രൻസ് ആണ്. നേരെ പുറകിലാണ് എൻട്രൻസ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് വന്നിട്ടുള്ള വിഷ്വലാണ്. നമുക്ക് നേരെ പാർക്കിനകത്ത് പോയി വീഡിയോസ് എല്ലാം കാണാം. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് അകത്ത് പോയി ഫുൾ കാഴ്ചകളും കാണാം. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ മലമ്പുഴയിലാണ് ഗായ്സ് നിൽക്കുന്നത്. ഇവിടെ നല്ല മഴയാണ് ഗായ്സ്. നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ ഇവിടെയാണ് നിൽക്കുന്നത്. എന്താ പരിപാടി? ട്രെയിൻ ഓട്ടുന്നു ഗായ്സ്. അതന്നെ. എവിടെ കൊണ്ട് നിർത്താൻ? ഒലോക്കോടോ? ഓടാത്ത ട്രെയിൻ ഓട്ടിക്കുന്ന കക്ഷിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം ആ ട്രെയിനിൻ്റെ എല്ലാ ട്രാക്കും ആ അറ്റ്മോസ്ഫിയർ അങ്ങനെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ട്രാക്ക്. ഇത് നമ്മുടെ എൻട്രൻസിലുള്ള കാഴ്ചയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രൻസായി ഉള്ളിലേക്ക് പോകുന്നത്. ഒരുപാട് കാഴ്ചകൾ ഇനി കാണാനുണ്ട്. ഇത് നമ്മുടെ പുൽച്ചെടികളാണ്. അതിമനോഹരമായിട്ട് വെട്ടിവെച്ചിട്ടുള്ള ഫ്രണ്ടേജിൽ തന്നെ കാണുന്ന പുൽച്ചെടികളാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ മലമ്പുഴ പാർക്കിന് അകത്ത് വന്നിട്ടുള്ള കുറച്ച് ചെറിയ കാഴ്ചകളാണ്. ഇനി ഒരുപാട് കാഴ്ചകൾ അകത്ത് പോയി കാണാനുണ്ട്. നല്ല അതിമനോഹരമായിട്ടുള്ള ഭംഗിയിലൂടെ വെച്ച് പിടിപ്പിച്ച പൂക്കളും ചെടികളൊക്കെ നമുക്ക് അകത്ത് പോയി ബാക്കി കാഴ്ചകൾ കാണാം ഗായ്സ്. അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു അടിപൊളി കാഴ്ചയാണ്. നമുക്ക് നേരെ നമുക്ക് ആ വിഷ്വൽ കാണാം. നമ്മുടെ കൃഷ്ണൻ്റെ ഒരു ചിലയൊക്കെ വെച്ചിട്ട് ഒരു വാട്ടർ ഫോൾസ് ആണ്. കാരണം ഇതിൽ വാട്ടർ ഇങ്ങനെ സ്പ്രെഡായി നല്ല മുകളിലേക്കൊക്കെ പോകും. അതുവരെ ഓൺ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കൃഷ്ണൻ്റെ നടുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ നടുക്ക് കൃഷ്ണൻ്റെ ചിലയൊക്കെ വെച്ചിട്ട് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. സൈഡ് മുഴുവനായിട്ട് നമുക്ക് കല്ലുകൾ പതിച്ചിട്ടുണ്ട്. നമുക്ക് വിഷ്വലിൽ കാണാം. നല്ല കല്ലൊക്കെ പതിച്ച് നല്ല മനോഹരമായിട്ട് ആ കൃഷ്ണ ചിലയൊക്കെ നമുക്ക് വെച്ചിട്ട് സെൻറ്ററായിട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ സെൻറ്ററായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നൈറ്റൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഫോട്ടോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മയിലിൻ്റെ ആ ഒരു ഡിസൈനിൽ ഇവിടുത്തെ ചെടികളുടെ വേരുകൾ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ മയിലിൻ്റെ ആ തലൻ്റെ അവിടെ ഒരു ആശാങ്കറി ഇരിക്കുന്നുണ്ട്. ആശാൻ ഒരു പേടിയില്ല. കാരണം ഇവിടെ നിറയെ പേര് ഫോട്ടോഷൂട്ട് എടുക്കുന്നതുകൊണ്ട് ആശാൻ ഫോട്ടോ കഴിഞ്ഞ് പോസൊക്കെ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ആശാൻ ഓടി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മയിലിൻ്റെ ആ ഒരു ഡിസൈനിലാണ് ഈ ആർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഹലോ ഗായ്സ്, ഇതെന്തോ ഒരു ഫ്രൂട്ട്സ് ആണ് ഗായ്സ്. കഴിക്കാൻ പറ്റൂല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ അടയ്ക്ക പോലെ ഉണ്ട് ഗായ്സ്. അടയ്ക്കയല്ല മീൻസ്, പക്ഷെ ആ ഒരു ഷേപ്പിൽ നല്ല ഫ്രൂട്ട്സ് ആയിട്ട് എന്തോ ഒരു സംഭവം താഴെന്ന് കിട്ടിയ ഗായ്സ്. താഴെയൊക്കെ നിറയെ വീണ് കിടക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇതൊരു ഫ്രൂട്ട്സ് ആണ്. അടയ്ക്ക പോലെയുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. നമുക്കതൊന്ന് വലിച്ചു നോക്കാം. ഒരുപാട് വീഴുന്നുണ്ട്. കാരണം ഒക്കെ പഴുത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. കാണണ്ടോ ഗായ്സ്? ഇതൊരു സംഭവമാണ്. നമുക്ക് എന്താണെന്നറിയില്ല. അടയ്ക്ക പോലെ ഉണ്ട് സാധനം. നമ്മളിത് കഴിക്കുന്നില്ല. താഴെ ഒരുപാട് വീണ് കിടക്കുന്നുണ്ട് ഇവിടെ താഴെ പഴുത്തിട്ട്. അപ്പോൾ നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കാണിച്ചു തരാൻ വേണ്ടി നമുക്ക് 2 എടുക്കാം. ഇതാണ് സംഭവം. എന്ത് ഫ്രൂട്ട്സാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒരുപാട് ചെടികളുണ്ട് ഇതിൽ. ചെറിയ ചെറിയ ഫ്ലവറുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. റോസ്, ചെമ്പരത്തിയിൽ തന്നെ ഒരുപാട് ഐറ്റംസ്. വൈറ്റ് ചെമ്പരത്തി ഉണ്ട്, അതേപോലെ തന്നെ റോസ് ചെമ്പരത്തി ഉണ്ട്, പിങ്ക് ചെമ്പരത്തി ഉണ്ട്, വയലറ്റ് ചെമ്പരത്തി ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ചെടികളും വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതകത്ത് നമ്മൾ വന്നിട്ട് ഒരു പകുതി ദൂരം എത്തിയ ശേഷമുള്ള കാഴ്ചകളാണ്. ഇനിയും കുറച്ചും കൂടെ പോകാനുണ്ട്. നമ്മൾ ഡാമൊക്കെ ഉണ്ട്. ഡാമിൻ്റെ മുകളിൽ പോയിട്ടുള്ള വിഷ്വൽസ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുക. നമുക്ക് ഡാമിലിപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് ഡാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ നമുക്ക് നേരെ ഡാമിലേക്ക് പോവുകയാണ്. നമ്മൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളോട് കാണാനുണ്ട്. എല്ലാം കണ്ട ശേഷം നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് പോകാം. ഇത് അകത്ത് വന്നിട്ടുള്ള ആ സെൻട്രൽ പോർഷനിലുള്ള കാഴ്ചകളാണിത്. ഇത് വന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട പഴത്തിൻ്റെ മരങ്ങളാണിത്. വലിയ മരങ്ങളാണ്. നമ്മളവിടെ കണ്ട കുറച്ച് ചെറിയ മരങ്ങളാണ്. ഇത് അതിൻ്റെ വലിയ സൈസുള്ള മരങ്ങളാണിത്. ഇത് ഏകദേശം നമ്മൾ കുറേ ദൂരം ഇതിൻ്റെ മരങ്ങൾ ഇവിടെ ഉണ്ട്. വലിയ വലിയ ലെവലിൽ മരങ്ങളുണ്ട്. ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റിയ അടിപൊളി കാഴ്ചകളാണ് ഗായ്സ്. ഇപ്പം മഴ കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ട്. ഇത്ര നേരം മഴ പെയ്തായിരുന്നു. അതാ ഇവിടെ നോക്കാം, മലൻ്റെ കാഴ്ചകളൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ മലമ്പുഴൻ്റെ അകത്ത് വന്നിട്ട് കാണുന്ന ഒരു മലൻ്റെ കാഴ്ചകൾ. നമ്മൾ ആ വരുന്ന സമയത്ത് ആ റോട്ടിൽ നിന്ന് ഈ മല കാണാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ വിഷ്വൽസാണ്. ഇവിടെ വെഡ്ഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്പേസ് കൂടിയാണ്. ഒരുപാട് പേര്, നിരവധി പേര് വരാറുണ്ട്. ഇവിടെയൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് നടത്താറുണ്ട്. ഗായ്സ്, എൻ്റെ മുകളിൽ കാണുന്നത് നമ്മുടെ മലമ്പുഴയ്ക്കകത്തുള്ള റോപ്പ് വേയുടെ വിഷ്വൽസാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിന് ടിക്കറ്റ് എടുക്കാനായിട്ട് പുറത്ത് പോകണം. നമ്മുടെ മലമ്പുഴയുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആ റോഡിലേക്ക് പോയാൽ നമുക്കിതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വരാൻ പറ്റുള്ളൂ. ഇത് ഏകദേശം നമ്മുടെ കാടിൻ്റെ മുകളിൽ, ഈ ഡാമിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോയി കുറച്ച് ദൂരം പോകും. നല്ല വിഷ്വൽസാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ മഴയായതുകൊണ്ട് കുറച്ച് എംപ്റ്റി ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും കയറുന്നുണ്ട്, പക്ഷേ എങ്കിലും ആ ഒരു ക്രൗഡില്ല. പക്ഷേ മഴ സമയമായതുകൊണ്ടാണ്. അപ്പോൾ ഇത് നല്ല പ്രകൃതി ഭംഗിയായിട്ട് നമുക്ക് കണ്ട് ആസ്വദിച്ച് ഇതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് പുറത്ത് പോയി പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതിൻ്റെ വിഷ്വൽസ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. വീഡിയോ തുറന്ന് കാണുക. നമുക്ക് ഇനിയും കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അരികിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഡാമിൻ്റെ ഷട്ടറാണ്, നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇതിനൊരു സമയമുണ്ട് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. വെള്ളമൊക്കെ നമുക്ക് മഴ പെയ്ത് കൂടുന്ന സമയത്ത് ഈ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുള്ളൂ. ഇപ്പോൾ നമുക്കിതിൻ്റെ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ താഴത്തുള്ള കാഴ്ചകളാണ്. ഡാമിന് താഴെ ഇതിന് മുകളിൽ പോയിട്ടുള്ള കാഴ്ചകൾ നമുക്കിപ്പോൾ അല്പസമയത്തിന് തന്നെ നമുക്കിതിന് മുകളിൽ പോയിട്ട് ഇതിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാം. അപ്പോൾ ഇതിന് താഴെയുള്ള കാഴ്ചകളാണ്. നല്ല ചെടികളൊക്കെ ഭംഗിയായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിച്ച് നല്ല ഫോട്ടോഷൂട്ടിന് പറ്റിയ രീതിയിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഹലോ ഗായ്സ്, മലമ്പുഴ ഡാമിൻ്റെ നേര് താഴെ വരെയാണ്. മലമ്പുഴ ഡാമിൻ്റെ അടിവാരമാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിലുള്ള ഒരു അടിപൊളി വിഷ്വലാണ്. നോക്കൂ, ഈ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട കായയുടെ ആ കായല്ല സംഭവം. അത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെടിയാണ്. നമ്മൾ ഒരു ചെടി തന്നെ 3 വെറൈറ്റി ഇല്ലേ? അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു മരത്തിൽ തന്നെ ഗായ്സ്, ഒരു മരത്തിൽ തന്നെ 4 വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കായായില്ലേ, ഒരു കായ്. ഇത് അതേ മരത്തിൽ തന്നെ വേറൊരു വെറൈറ്റി ഒരു ചെടി. ഇത് അതേ മരത്തിൽ തന്നെ ഉള്ള ഒരു നാവളും പഴം പോലെയുള്ള ഒരു സംഭവം. നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ മുന്തിരി പോലെയുള്ള ഒരു സംഭവം. അപ്പോൾ അതേ മരത്തിൽ തന്നെ ഇതൊരു വ്യത്യാസമായിട്ടുള്ളൊരു സംഭവം. ഇത് അതിൽ തന്നെ ആ കാച്ചു നിൽക്കുന്ന ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ചെടി, ഒരു ഡിസൈനായിട്ടുള്ള ഒരു കായ് പോലെയുള്ളൊരു കണ്ടോ, വിഷ്വൽ കാണാം. അതായത് ഒരു മരത്തിൽ തന്നെ 4 വെറൈറ്റി. അത് ആ മരമാണ് സംഭവം. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മരമാണ്. ഒരു മരത്തിൽ തന്നെ 4. ഹലോ ഗായ്സ്, അപ്പോൾ ഇത് നമുക്ക് മലമ്പുഴയുടെ അകത്തുള്ള ഒരു തൂക്കുപാലമാണ്. അതായത് ഈ പാലത്തിൽ ഒരു 50 പേരെ കയറാൻ പാടുള്ളൂ എന്ന് നമുക്ക് കണക്കുണ്ട്. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 50 പേരെ കയറാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ കയറിയ അപകടമാണ്. അപ്പോൾ നമുക്ക് ഇത് ബോട്ടിങ്ങിനുള്ള പുഴയാണ്. ഇവിടെ നമുക്ക് ബോട്ടിങ്ങിന് പോകാം. കുറച്ച് ദൂരം, ഒരു 1 കിലോമീറ്ററോളം നമുക്ക് ബോട്ടിങ്ങിൽ പോയിട്ട് വരാം. ഈ പാലം നമുക്കൊരു ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ കാറ്റടിക്കുമ്പോൾ ഇതൊരു ഷെയ്ക്കിങ് വരാറുണ്ട്. അതേപോലെ തന്നെ ആൾ കൂടുന്ന സമയത്ത് ഇതിനൊരു ഷെയ്ക്കൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് അറിയാം ഗായ്സ്, കാണുന്നുണ്ടോ? നമ്മൾ കൈ കൊണ്ട് ആക്കുമ്പോൾ തന്നെ നമുക്കൊരു ഷെയ്ക്കിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇത് ആ ബോട്ടിങ്ങിൻ്റെ പുഴയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ബോട്ടിങ്ങിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ പാലം. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ആ ഒരു വിഷ്വൽ അതിമനോഹരമായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഷട്ടർ തുറക്കുന്നത് കാണാം. ഗായ്സ്, ഇതാണ് നമുക്ക് വെള്ളം കൂടുന്ന സമയത്ത് ഷട്ടർ 1, 2, 3, 4 ഷട്ടറാണുള്ളത്. അപ്പോൾ വെള്ളം കൂടുതലാകുന്ന സമയത്ത് ഈ ഷട്ടറുകൾ ഓരോന്നായി തുറക്കും. നമ്മൾ ശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്തും അല്ലാതെയും നമുക്ക് ഓരോ സമയത്തിനനുസരിച്ച് ഈ ഷട്ടറുകൾ തുറന്ന് വെള്ളം ചാടിക്കും. അപ്പോൾ ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലമാണ് ഈ പോയിന്റ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് ബോട്ടിങ്. അപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ബോട്ടിങ് പോകും നമുക്ക്.
പേടിയുണ്ടോ? ഇല്ല ഗായ്സ്. ഒരു ഷേക്കിംഗ് ഒക്കെ ഉണ്ട്. ഇതിൽ ആൾ കൂടുതൽ നമ്മൾ നടക്കുന്ന സമയത്ത് ഈ ഇതിൽ പിടിച്ച് വേണം നടക്കാനായിട്ട്. കാരണം അത്രയും ഷേക്കിങ് വരും. അപ്പം നമുക്കിത് ഒരുപാട് പേടി തരുന്നൊരു സംഭവമാണ്. പക്ഷേ നല്ലൊരു വൈബാണ്. കാരണം ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഷട്ടർ തുറക്കുന്ന ഇതൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് വെള്ളം കൂടുന്ന സമയത്ത് ഷട്ടർ പൊന്തിക്കും. ഇതാണ് ബോട്ടിങ്ങിൻ്റെ ആ ഒരു കാഴ്ചകൾ. അതേപോലെ റൂപ്പ് വേ നമുക്കിതിൽ പോകുന്നത് കാണാം. മലമ്പുഴ യക്ഷിയാണ്. ഡാമിനോട് കൂടി ചേർന്നിട്ടുള്ള ഒരു ശില്പമാണ് ഇത്. മലമ്പുഴ യക്ഷി. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ മുകളിലേക്ക് പോകാൻ പോവുകയാണ്. ഇതാണ് സ്റ്റെപ്പ്. നമ്മൾ ഇതിലൊരു 2-3 സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. പോയി നമ്മൾ ഡാമിൻ്റെ കാഴ്ചകൾ മുഴുവൻ കാണുന്നതായിരിക്കും ഗായ്സ്. നമുക്ക് തുടർന്ന് വീഡിയോ കാണും. നമുക്ക് ഡാമിൻ്റെ മുകളിൽ പോയി ഫുൾ കാഴ്ചകളും കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ ഡാമിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിശക്തമായിട്ടുള്ള കാറ്റടിക്കുന്നുണ്ട്. കാരണം മഴ ഒരു കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നല്ല മഴയും കാറ്റൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ വിഷ്വലൊക്കെ കാണാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ വിഷ്വലാണ് ഇത് കാണുന്നത്. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ആ ഇരുണ്ട കാർമേഘവും നമുക്ക് ആ ഒരു മഴയുടെ പ്രകൃതിയും തൊട്ട് സൈഡിന് മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കറണ്ടിൻ്റെ ഒരു ഫാനുണ്ട്. മഴയൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിഷ്വൽ കൂടുതൽ എടുക്കാനുള്ള ഇത് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.